അതായത് ഈ മാമനൊരു അടുത്ത കൂട്ടുകാരൻ്റെ അപ്പൂപ്പൻ ഉണ്ടായിരുന്നു. അപ്പൂപ്പൻ മരിക്കുന്നതിന് മുമ്പ് മാമൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ മാവിൻ്റെ ചോട്ടിൽ വെച്ചിട്ടാണ് എൻ്റെ മൃതദേഹം കുളിപ്പിക്കാൻ. പക്ഷേ മാമൻ ഇത് അവരുടെ മക്കളോട് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല. വീട്ടിൻ്റെ തൊട്ട് മുമ്പിൽ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ തെങ്ങിൻ തോപ്പിലിരുന്ന് കുളിപ്പിക്കുക. മാമനാണെങ്കിൽ മറ്റേ 2 Country സിനിമയിൽ അജു വർഗീസ് നിൽക്കുന്ന പോലെ തെങ്ങിന് ചാരിയിട്ട് ഇങ്ങനെ നോക്കുക. ഇങ്ങനെ പറഞ്ഞ് സെഞ്ചി അടിച്ചിട്ട് നോക്കുക. പെട്ടെന്നൊരു തേങ്ങിന്ന് വീണു. അതായത് ബോഡിയുടെ ഏതാണ്ട് ഈ ഭാഗത്തായിട്ട് വരും. ഇത് അമ്മാവനെ കണ്ടപ്പോൾ ഞെട്ടി. അമ്മ ഫുള്ള് കാലിപ്പിൽ പോയിട്ട് നിങ്ങൾ എന്ത് പരിപാടി കാണിക്കുന്നത്, നിങ്ങൾ അപ്പോഴും പറഞ്ഞല്ലോ തെങ്ങിൻ്റെ ചോട്ടിൽ കുളിപ്പിക്കേണ്ടത്. ഫുള്ള് കാലിപ്പ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കും. അതമത്തെ നെഞ്ചത്ത് വേണ്ടി നിങ്ങൾക്ക് ആര് സമാധാനം പറയുന്നു, ചത്തുപോയി കഴിഞ്ഞാൽ ആര് സമാധാനം പറയുമെന്ന് പറഞ്ഞ് ഭയങ്കര സീനാണ്. അങ്ങനെ ഈ മാമ ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഒരു പാമ്പ് കടിയിട്ട് മരിച്ചു. പാമ്പ് കടിയിട്ട് മരിച്ചു എന്നാണ് പറഞ്ഞത്, ചിരിച്ചു എന്നല്ല. പാമ്പ് കടിയിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും പാക്കൊക്കെ ചെയ്ത് പുട്ടിലെ ബോഡി കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലെത്തില്ല. ആലിൻ്റെ വേര് തടഞ്ഞ് ഇവരങ്ങ് വീണു. ബോഡി താഴെ വീണ് പുള്ളി എഴുന്നേറ്റ് കൂളായി വീട്ടിൽ പോയി. തലയടിച്ചപ്പോൾ ചത്ത പുള്ളി ജീവിച്ചു പോയി. 2 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേ പാമ്പ് പിടിച്ച് ഇതേപോലെ എല്ലാവരും നോക്കി. എന്നാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പെട്ടിയൊക്കെ എടുത്ത് കൊണ്ടുപോയി ഇതേ ആലിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ കാൽ തട്ടി വീണ് വീണ്ടും പുള്ളിക്ക് ജീവൻ വെച്ച്. പുള്ളി കൂളായി എഴുന്നേറ്റ് വീട്ടിൽ പോയി. ഭാര്യയൊക്കെ ഒരു സംശയത്തോടുകൂടി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ സന്തോഷമല്ലേ, ജീവിച്ചു വരുമല്ലേ എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ എണ്ണം കെട്ട പാമ്പ് വീണ്ടും കടിച്ചു. പുള്ളി മരിച്ചു വീണ്ടും സീനൊക്കെ ആയി. എല്ലാവരും ഇന്ന് നോക്കുകയാണ്. ബോഡി കൊണ്ടുപോകാൻ വേണ്ടി വെളിയിൽ ഇറങ്ങിയപ്പോൾ ഇവിടുന്ന് പുള്ളിയുടെ ഭാര്യ ഉണ്ട്, മാമൻ്റെ ഭാര്യ. പോലെ സുഖവും ടീമൊക്കെ തിരിഞ്ഞു നോക്കി. എന്തു പറ്റി? അല്ല ചോടും മരമൊക്കെ അവിടെ തന്നെ ഉണ്ടാ, സൂക്ഷിച്ചു കൊണ്ടോളെ. സൂപ്പർ 2 പെർഫോമൻസ് ആയിരുന്നു.